ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തലശ്ശേരി നഗരസഭയിലാണ്. തലശ്ശേരി നഗരസഭയുടെ LDF പ്രതിനിധി ശ്രീ CK രമേശനാണ് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം. തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അവസാന ലാപ്പിലേക്ക് എത്തുകയാണല്ലോ. പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം നല്ല നിലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പിന്നിട്ട 5 വർഷക്കാലം തലശ്ശേരി നഗരസഭയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനവും, അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കൈവരിച്ചിട്ടുള്ള വിവിധ മേഖലകളിലെ നേട്ടങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്ന രീതിയിലുള്ള ശക്തമായ പ്രചരണമാണ് തലശ്ശേരി നഗരസഭക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് തലശ്ശേരിയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് പിന്നിട്ട 5 വർഷക്കാലം തലശ്ശേരിയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് തലശ്ശേരിയിൽ നടന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള പൊതുമുന്നേറ്റത്തിൻ്റെ കൂടെ തലശ്ശേരി നഗരസഭയ്ക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വിവിധ മേഖലകളിൽ തലശ്ശേരി നഗരസഭ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും തലശ്ശേരിയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുന്ന കാര്യത്തിലുമെല്ലാം വളരെയധികം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തലശ്ശേരി നഗരസഭയ്ക്ക് ഈ ഭരണകാലയളവിൽ സാധിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഭരണസമിതിക്ക് അതിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ മുന്നോട്ട് പോകുന്ന നമ്മളിപ്പോൾ ഏത് തെരഞ്ഞെടുപ്പിനെയും നമ്മൾ അഭിമുഖീകരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രാധാന്യം. ഇത്തവണ LDF മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ളത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം വ്യത്യസ്ത തലങ്ങളിൽ കഴിവുകൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന 53 സ്ഥാനാർത്ഥികൾ. യുവജനങ്ങൾക്ക് പ്രാധാന്യം എല്ലാ വിഭാഗവും ഉണ്ട്, എല്ലാ ആളുകളും അടങ്ങിയിട്ടുള്ളതാണ്. പ്രായമുള്ളവരുണ്ട്, യുവജനങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാ സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളെ ആകെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇടതുപക്ഷ ജനാധിപത്യ. വർഷങ്ങളായി തലശ്ശേരി നഗരസഭ ഭരണം കൈയാളുന്നത് LDF ആണ്. അതെ. അപ്പം ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെ മുൻനിർത്തിയാണല്ലോ നമ്മൾ ഈ 5 വർഷത്തേക്ക് ജനവിധി തേടുന്നത്. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെ എങ്ങനെ നോക്കിക്കാണും? ഈ 5 വർഷക്കാലത്തെ ഭരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഭരണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിലെല്ലാ മേഖലയിലും അഭിമാനകരമായിട്ടുള്ള നേട്ടം. നമുക്ക് ആരോഗ്യ മേഖല തന്നെ എടുത്തു പരിശോധിക്കാം. ആരോഗ്യ മേഖല എടുത്തു പരിശോധിച്ചാൽ തലശ്ശേരി ജനറൽ ആശുപത്രി, ആ തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ കാലയളവിൽ തലശ്ശേരി നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തലശ്ശേരി ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് ധാരാളം പരിമിതിയുള്ള ഒരു ആശുപത്രിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കഴിയില്ല. കാരണം കോട്ടക്ക് 500 മീറ്ററിനുള്ളിലാണ് തലശ്ശേരി ജനറൽ ആശുപത്രി കിടക്കുന്നത്. അപ്പോൾ അവിടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിയുന്നതല്ല. പക്ഷെ ആ പരിമിതികളെല്ലാം ഉണ്ടെങ്കിൽ പോലും പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അവിടെ എത്തുന്ന രോഗികൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു 10 വർഷം മുമ്പ്, 5 വർഷത്തല്ല 10 വർഷം മുമ്പ് തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മൂക്ക് പൊത്തിക്കൊണ്ട് മാത്രമേ തലശ്ശേരി ജനറൽ ആശുപത്രി പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ആ നില ഇന്ന് പൂർണ്ണമായിട്ടും മാറി. അവിടെ എത്തിച്ചേരുന്ന എല്ലാ രോഗികൾക്കും എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്നു എന്നല്ല പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ തലശ്ശേരി ജനറൽ ആശുപത്രിക്കകത്ത് ഒരുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. മറ്റൊന്ന്, തലശ്ശേരി നഗരസഭയുടെ കീഴിലാണ് ചാലിൽ PHC. ആ ചാലിൽ PHC തീരദേശ മേഖലയിലുള്ള ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ തലശ്ശേരി നഗരസഭയുടെ കീഴിലുള്ളതാണ് കോടിയേരി PHC. ആ കോടിയേരി PHC ഇന്ന് കുടുംബാരോഗ്യ കേന്ദ്രമായി ഈ കാലയളവിൽ ഉയർത്തി. മറ്റൊന്ന് കൊളശ്ശേരിയിലുള്ള നഗരാരോഗ്യ കേന്ദ്രമാണ്. ആ നഗരാരോഗ്യ കേന്ദ്രത്തിൻ്റെയും അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കുന്നതിന് വേണ്ടി ഈ കാലയളവിൽ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, തലശ്ശേരിയിലെ നഗരസഭയ്ക്ക് കീഴിലുള്ളതാണ് തലശ്ശേരി ആയുർവേദ ആശുപത്രി. ആ ആശുപത്രിയും ഈ 5 വർഷത്തിനുള്ളിൽ ഏറെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞു. 2 ഹോമിയോ ആശുപത്രികളാണ് തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് കോടിയേരിയിലാണ്, മറ്റൊന്ന് ബീവേഴ്സ് മാഡിലാണ്. ആ 2 ഹോമിയോ ആശുപത്രികളുടെയും സൗകര്യങ്ങൾ ഈ കാലയളവിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സാധിച്ചു. അങ്ങനെ ആരോഗ്യ മേഖലയിൽ വലിയ ഒരു മുന്നേറ്റം. മാത്രമല്ല, അമ്മിയും കുഞ്ഞും ആശുപത്രി, തലശ്ശേരിയിലെ അമ്മിയും കുഞ്ഞും ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ചുകൊണ്ടാണ് എടുത്തത്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ് വികസന നിർമ്മാണ പ്രക്രിയയിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളത്. ആ ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് തലശ്ശേരിയിൽ അമ്മിയും കുഞ്ഞും ആശുപത്രി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉള്ള സ്ഥലം ജനങ്ങളിൽ നിന്നും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചത്. അങ്ങനെയാണ് കണ്ടിക്കൽ സ്ഥലം കണ്ടെത്തിയത്. ആ സ്ഥലത്താണിപ്പോൾ 8 നിലയുള്ള കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാകാൻ പോവുക. 2026 ജനുവരി മാസം, ഇപ്പോൾ ഇന്ന് ഡിസംബർ, ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടി ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, തലശ്ശേരി ജനറൽ ആശുപത്രി ഇന്ന് നിലനിൽക്കുന്ന ആശുപത്രി മാറ്റാനുള്ള തീരുമാനവും നഗരസഭ കൈക്കൊണ്ടിട്ടുണ്ട്. നഗരസഭയുടെ കൈവശമുള്ള 2.5 ഏക്കർ സ്ഥലം ആരോഗ്യ വകുപ്പിന് കൈമാറുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ആ 2.5 ഏക്കർ സ്ഥലം ആരോഗ്യ വകുപ്പിന് കൊടുത്തു കഴിഞ്ഞു. അവിടെയാണ് തലശ്ശേരി ജനറൽ ആശുപത്രി വരാൻ പോകുന്നത്. അതിനാവശ്യമായ ഫണ്ട് സംസ്ഥാന സർക്കാർ തന്നെ നീക്കിവെച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ കണ്ടിക്കൽ പ്രദേശം ഒരു മെഡിക്കൽ ഹബ്ബ് ആയി മാറ്റാനുള്ള ശ്രമമാണ്. ഇപ്പൊ മലബാർ ക്യാൻസർ സെന്റർ കോടിക്കണക്കിന് ഉറുപ്പികയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലേക്കാണ് മലബാർ സെന്റർ ഉയരാൻ പോകുന്നത്. വലിയ മാറ്റം മലബാർ ക്യാൻസർ സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാലയളവിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ 5 വർഷ കാലയളവിനകത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പങ്ക് നഗരസഭയ്ക്ക് തന്നെയാണ്. നഗരസഭയുടെ കീഴിലുള്ള എല്ലാ ആതുരാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ നഗരസഭയാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത്. ഇപ്പോൾ ഗവൺമെന്റിന്റെ പിന്തുണ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തലശ്ശേരി നഗരസഭയ്ക്ക് കീഴിലുള്ള നഗരപ്രദേശത്തുള്ള എല്ലാ ആതുരാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യം നല്ലപോലെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 5 വർഷക്കാലത്തെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. മറ്റൊന്ന് പ്രധാനമാണ് വിദ്യാഭ്യാസ മേഖല. നമ്മളിപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർ 1 മണിക്കൂർ സമയമെടുത്ത് തലശ്ശേരിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഒന്ന് സന്ദർശിക്കണം. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതുപോലെ തന്നെ നഗരസഭയും നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ, പ്രകടമായ മാറ്റം നമുക്ക് നേരിൽ കാണുന്നതിന് വേണ്ടി കഴിയും. നമ്മളൊന്ന് കാണുന്നത് തലശ്ശേരി പട്ടണത്തിനകത്ത് ഉള്ള സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ. ആ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും സാധാരണക്കാരൻ്റെ കുട്ടികളാണ്. ഇപ്പോൾ സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം
മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളത് ഗവൺമെൻറ് ഒരു തീരുമാനമാണ്. ആ തീരുമാനം നമ്മുടെ നഗരസഭക്കകത്ത് നല്ല നിലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ ചെരക്കര വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ 5 വർഷം മുമ്പേയുള്ള സ്കൂളല്ല അത്. അതിൻ്റെ കെട്ടിടങ്ങൾ പോയി നോക്കിയാൽ കാണാൻ പറ്റും. തിരുവങ്ങാട് ഗേൾസ് സ്കൂള്, അതിൻ്റെ കെട്ടിടവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്രണ്ണൻ സ്കൂള്, കൊടുവള്ളി കൊടുവള്ളി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇതൊക്കെ കാവുംഭാഗം. ഈ 5 വർഷത്തിനിടയിൽ ഈ വിദ്യാലയങ്ങളിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പേയുള്ള 5 വർഷം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനത്തിന്റെ തുടർച്ചയായി ഈ വിദ്യാലയങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവങ്ങാട് ഗേൾസ് ആയാലും, അതുപോലെ തന്നെ ചെർക്കര വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളായാലും, കാവുംഭാഗം ഹയർ സെക്കൻഡറി സ്കൂളായാലും, കൊടുവള്ളി സ്കൂളായാലും, ബ്രണ്ണൻ സ്കൂളായാലും, ഈ വിദ്യാലയങ്ങളിലെല്ലാം 5 വർഷത്തിനിടയിലും വലിയ മാറ്റങ്ങൾ, പുതുതായി ധാരാളം കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. മറ്റൊന്ന് നഗരസഭയിലെ LP സ്കൂളുകൾ, അതുപോലെ തന്നെ UP സ്കൂളുകൾ. തലശ്ശേരിയിലെ പൊതുവിദ്യാലയങ്ങൾ, സർക്കാരിന്റെ കീഴിലുള്ള സ്കൂളുകളെല്ലാം സർക്കാരിന്റെ മിഷന്റെ ഭാഗമായിട്ടാണ്. അതെ, സർക്കാരിന്റെ പിന്നെ ഇതിന്റെ ഭാഗമായി സർക്കാരിന്റെ പദ്ധതി ബഹുമാനപ്പെട്ട സ്പീക്കർ AM ഷംസീറിന്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രകടമായ മാറ്റം ഇവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. കുടിവെള്ളം, അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ളം എത്തിക്കുക. അതിലിപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായാലും ആ പദ്ധതികളിലെല്ലാം ജൽജീവൻ പദ്ധതി ആയാലും ആ പദ്ധതികളെല്ലാം സ്റ്റേറ്റിന്റെയും നഗരസഭയുടെയും എല്ലാം വീതമുണ്ട്. ആ ജൽജീവൻ പദ്ധതി നല്ല നിലയിൽ നമ്മുടെ നഗരസഭക്കകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇപ്പോ കുടിവെള്ളം എത്താത്ത മേഖലകളിലെല്ലാം കുടിവെള്ളം എത്തിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇതിൽ നഗരസഭയിൽ കുടിവെള്ള വിതരണത്തിൽ BJP ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഡ്രൈനേജ് വഴിയാണ് ശുദ്ധജല പൈപ്പ് പോകുന്നത്. അസംബന്ധം. ഡ്രൈനേജ് വഴി കുടിവെള്ളം കൊടുക്കുമായിരുന്നു. കുടിവെള്ള പൈപ്പ് പോകുന്നത് ഡ്രൈനേജ് വഴിയാണെന്നാണ് ഒരു ആരോപണമായിട്ട് പറഞ്ഞത്. അത് BJP എന്ന് പറയുന്ന പാർട്ടി അവര് പൊതുവിൽ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറയുക. അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നതല്ലല്ലോ. എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആൾക്ക് ചാനലുകളിലൂടെയാണ് കുടിവെള്ളത്തിന്റെ പൈപ്പ് പോകുന്നത് എന്നുള്ള അടിസ്ഥാനരഹിതം. അങ്ങനെ തലശ്ശേരി ജനറൽ ആശുപത്രിയെ പറ്റി അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണേണ്ടത് തലശ്ശേരി ജനറൽ ആശുപത്രി നേരത്തെ എന്തായിരുന്നു, ഇപ്പൊ എന്തായിരുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ വന്ന വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഈ 5 വർഷ കാലയളവിനുള്ളിൽ തലശ്ശേരി നഗരസഭ നഗരഭരണത്തിന്റെ വീഴ്ച എന്തെങ്കിലും കാണിക്കാൻ BJPക്കോ കോൺഗ്രസിനോ സാധിച്ചിട്ടില്ല. ഈ 5 കൊല്ലത്തിനിടയിൽ ഒരു കാര്യം BJPയും കോൺഗ്രസും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇത് അടിസ്ഥാനപരമായ ആരോപണമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇതുപോലെ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് BJPന്റെ ഒരു പൊതു നിലപാടാണ്. ഇപ്പോൾ EDയെ ഉപയോഗിക്കുക, കഴമ്പില്ലാത്ത ആരോപണങ്ങൾ. കഴമ്പില്ലാത്ത ആരോപണം എന്ന് മാത്രമല്ല, ഇപ്പോ എല്ലാ തെരഞ്ഞെടുപ്പിലും ED വരും. ഇപ്പം വന്നു പിണറായിക്കെതിരെ എന്നാ ഉന്നയിക്കുന്ന ആരോപണം മസാല ബോണ്ട് ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി എടുത്തു എന്നാ പറയുന്നത്. വേറെ കൊണ്ടുപോയി എന്നല്ലല്ലോ പറയുന്നത്. കേരളത്തിലെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായ രീതിയിൽ മാത്രമാണ് അതിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. BJP എന്ന് പറയുന്ന പാർട്ടി അതിന്റെ നിലവിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ മാത്രം. പിന്നെ തലശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു പങ്കും വഹിക്കാത്ത പാർട്ടിയാണ് BJP. തലശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് BJP. ഇപ്പൊ മഞ്ഞോടി ആധുനിക രീതിയിലുള്ള മത്സ്യ മാർക്കറ്റാണ്. ആധുനിക രീതിയിലുള്ള മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി നിർമ്മാണമാണ് നടത്താൻ തീരുമാനിച്ചത്. അതിന് തുടക്കം വെച്ചത് BJP ആണ്. അതുകൊണ്ട് അതിൽ നിന്നും നഗരസഭക്ക് പിന്നോട്ട് കൊണ്ടുവന്നില്ലേ?
അല്ല, നഗരസഭക്ക് പിന്നോട്ട് പോയതല്ല. പിന്നെ ആളുകൾ ആ പദ്ധതിയുമായിട്ട് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാതെ ഒരു ഘട്ടം വന്നപ്പോൾ കോടതിയിൽ കേസും കാര്യങ്ങളെല്ലാം പോയി, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി. ഇപ്പോ മത്സ്യ മാർക്കറ്റ് എന്ന് പറയുന്നത് പഴയതുപോലെയല്ല, എല്ലാം ആധുനിക രീതിയിലുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം പോയ ആളുകൾക്ക് എല്ലാം അറിയാം. നമ്മുടെ കേരളത്തിൽ തന്നെ പല പട്ടണങ്ങളിലും ആധുനിക രീതിയിലുള്ള മത്സ്യ മാർക്കറ്റ്, ആ ഒരു അതിനെ തുരങ്കം വെക്കുന്ന സമീപനം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോ കണ്ടിക്കൽ, മഞ്ഞോടി, അതുപോലെ തന്നെ ടെമ്പിൾ ഗേറ്റ്, മാക്കൂട്ടം വരെയുള്ള റോഡ് നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചു. അതിനെതിരായ നിലപാട് സ്വീകരിച്ചവരുടെ പാർട്ടിയാണ് BJP. ആ വികസനത്തെ തടയിടുന്നതിന് വേണ്ടിയാണ് അവിടെ ഒരു അടിപ്പാത നിർമ്മിച്ചത്. ആ അടിപ്പാത ജനങ്ങൾക്ക് ഒരു ഉപകാരം, നിങ്ങൾക്ക് പോയിട്ട് നോക്കാം. വെള്ളം കയറിയിട്ട് ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയുന്നില്ല. റോഡിന്റെ വീതി കുറച്ചു, വലിയ വാഹനങ്ങൾക്ക് അതുവഴി കടന്നു പോകാൻ കഴിയുന്നില്ല. മഴ പെയ്താൽ ഏറെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. ആ പ്രദേശത്തെ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടാണ്. ആ പ്രദേശത്തെ വികസനമാകെ മുരടിപ്പിക്കുന്ന സമീപനമാണ് എടുത്തത്. പിന്നെ മറ്റൊന്ന് റെയിൽവേ. കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ, ഇപ്പോൾ BJP ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. തലശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുന്ന റെയിൽവേ യാത്രക്കാർക്ക് വളരെ എളുപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ കഴിയുന്ന സ്ഥലമാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഷോർട്ടായി എത്താൻ കഴിയുക. എന്ന് പറഞ്ഞാൽ അതിലിപ്പം മാലിന്യം ഒഴുകി പോകുന്ന വലിയൊരു ഇതുണ്ട്, തോടുണ്ട്. ആ തോടിന്റെ മേലെ സ്ലേബ് ഇട്ട് ആളുകൾക്ക് നടന്നു പോകാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് നഗരസഭ വർഷങ്ങൾക്ക് മുമ്പേ റെയിൽവേയോട് ആവശ്യപ്പെട്ടത്. ഞാൻ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിൽ ആ നടപ്പാത നിർമ്മിക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ ഫണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, BJPയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തലശ്ശേരി നഗരസഭയുടെയും തലശ്ശേരിയിലെ ജനങ്ങളുടെയും ഈ ആവശ്യത്തിന് അനുകൂലമായ ഒരു നിലപാടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇവിടെ റിച്ചാർഡ് MP ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു ഞാനിതെല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞതാണ്. ഒന്നും ചെയ്തില്ല. അപ്പോൾ റെയിൽവേയിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹിക്കുന്ന BJP നേതാക്കളും തലശ്ശേരിയിലുണ്ട്. പക്ഷേ അവരാരും ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു മുൻകൈ എടുക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി. മറ്റ് സ്റ്റേഷനുമായിട്ട് അപേക്ഷിച്ച് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേക്ക് ഒരുപാട് സ്ഥലമുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് സഹകരിക്കുകയാണെങ്കിൽ ഒരുപാട് റെയിൽവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് അതിൻ്റെതായ പരിഗണന ലഭിക്കുന്നില്ല. തലശ്ശേരി മൈസൂർ റെയിൽവേ എന്ന ആശയം 1952 ഉയർന്നതാണ്. മഹാനായ AKG ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നുള്ളതാണ്. ആ റെയിൽവേ എന്തുകൊണ്ടാണ് തലശ്ശേരി മൈസൂർ റെയിൽവേ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ BJP ചെയ്യാത്തത്? BJPയിലെ കേന്ദ്രം ഭരിക്കുന്നത്, BJPയുടെ കീഴിലല്ലേ റെയിൽവേ. BJP രാഷ്ട്രീയം കളിക്കുന്നുണ്ടെന്നാണോ? BJP രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞാൽ BJPക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്കും BJPക്ക് താല്പര്യമുള്ള പ്രദേശങ്ങളിൽ മാത്രമേ എന്തെങ്കിലും ഫണ്ട് കൊടുക്കും. ഇപ്പോൾ കേരളത്തിന് ആർക്കപ്പെട്ട പദ്ധതി പോലും നിഷേധിക്കരുത്. എത്ര കോടി ഉറുപ്പിയുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് പദ്ധതി വിഹിതത്തിൽ തന്നെ ലഭിക്കുക? 1 ലക്ഷം കോടി ഉറുപ്പിക കുടിശ്ശിക്കുന്നുണ്ട്. അർഹമായ പരിഗണന തരുന്നില്ല. BJP ഏതര നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ BJP ഏതര ഗവൺമെന്റുകളോട്, സംസ്ഥാന ഗവൺമെന്റുകളോട് BJP സ്വീകരിക്കുന്ന നിലപാടുണ്ട്. പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും അത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈഫ് പദ്ധതി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രൂപം കൊടുത്തിട്ടുള്ള ലൈഫ് പദ്ധതി. ലൈഫ് പദ്ധതിയിലൂടെ 5 ലക്ഷം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. 1,25,000 വീടിന്റെ പണി തകൃതിയായി നടക്കുകയാണ്. അതിന്റെ തുടർച്ചയായി തലശ്ശേരി നഗരസഭക്ക് ഏകദേശം 550ഓളം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ലൈഫ് പദ്ധതിയിൽ BJP ഗവൺമെന്റ് പങ്കെന്താ? PMAY പദ്ധതി ആവാസ് യോജന നരേന്ദ്രമോദിയുടെ പദ്ധതിയൊന്നുമല്ല. PMAY പദ്ധതി നേരത്തെയുള്ളതാണ്. 72,000 ഉറുപ്പിയാണ് അതിൽ കേന്ദ്ര ഗവൺമെന്റ് വിഹിതം. ബാക്കി മുഴുവൻ പൈസയും കേരള സർക്കാർ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്. അതാണ് BJPക്കാരൻ വീട് തറച്ചും കയറി പറയുന്നത് ഇത് നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് എന്ന പ്രചരണം നടത്തുകയാണ്. ഇത് പരസ്പര ആരോപണമുണ്ട്. BJP പറയുന്നു അല്ല, ഇത് ആരോപണമല്ല.
ഇത് വസ്തുതയാണ്. 72,000 ഉറുപ്പിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമായിട്ട് വിഹിതമായി ഈ 4 ലക്ഷം രൂപയിൽ ബാക്കി 4.25 ലക്ഷം ഉറുപ്പിക നഗരസഭയിൽ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം 4 ലക്ഷം ഉറുപ്പിക അത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇവരെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 25,000 ഉറുപ്പിക സ്റ്റേറ്റ് ഗവൺമെന്റ് വേറെയും കൊടുക്കുന്നുണ്ട്. അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന രീതിയിലാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷനിൽ കേന്ദ്ര ഗവൺമെന്റ് വിഹിതത്തില നാമമാത്രമായ വിഹിതം മാത്രമേ കേന്ദ്ര ഗവൺമെന്റിനുള്ളൂ. പക്ഷെ വീട്ടിലെല്ലാം കയറിയിട്ട് RSS കാരനും BJP കാരനും പറയുന്നത് ഈ സാമൂഹ്യക്ഷേമ പെൻഷനെല്ലാം ഞങ്ങളുടെ പദ്ധതിയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് എന്ന് പറയുക. ഇപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരവേദിയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ തലശ്ശേരി നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന ശേഷമാണ് തലശ്ശേരിയിൽ ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനവും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തലശ്ശേരി നഗരസഭയ്ക്ക് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. പക്ഷേ തലശ്ശേരി നഗരസഭയുടെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഒരു 10-25 വർഷമായി. ഈ 25 വർഷത്തിനുള്ളിലാണ് തലശ്ശേരിയിൽ തലയുയർത്തി നിൽക്കുന്ന എല്ലാം ഉയർന്നു വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഘട്ടത്തിലാണ്. ഓരോന്നും നിങ്ങൾ എടുത്തോ. തലശ്ശേരി ചരിത്ര പ്രാധാന്യമുള്ള പൈതൃക, അതെ, തലശ്ശേരി പൈതൃക നഗരിയാണ്. ആ നഗരിയിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഏത് കാര്യങ്ങൾ എടുത്താലും ഇപ്പം നിങ്ങൾ നോക്കൂ. തലശ്ശേരിയിൽ ഇപ്പോൾ തലശ്ശേരി മുനിസിപ്പൽ ഓഫീസ് കെട്ടിടമായാലും, കോടതി സമുച്ചയമായാലും, അതുപോലെ തന്നെ താലൂക്ക് ഇതിൻ്റെ കെട്ടിടമായാലും, മലബാർ ക്യാൻസർ സെൻ്റർ ആയാലും, അങ്ങനെയെല്ലാം ടൗൺ ഹാളിൻ്റെ നിർമ്മാണമായാലും. ടൗൺ ഹാളെല്ലാം UDF ഭരിക്കുന്ന സമയത്ത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അവർക്കതൊന്നും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിയില്ല. അപ്പോൾ ടൗൺ ഹാള് അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതായാലും, തലശ്ശേരിയിലെ മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്ന കാര്യത്തിലായാലും എല്ലാം തലശ്ശേരിയിൽ നിന്ന് തലയുയർത്തി നിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തലശ്ശേരി ഭരണം കൈയാളുന്ന ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി വരാനിരിക്കുന്ന 5 വർഷത്തേക്ക് ഇപ്പം ജനങ്ങൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത് ഈ 5 വർഷത്തേക്ക്? തലശ്ശേരിയിൽ നടപ്പിലാക്കാൻ ബാക്കിയുള്ളതും നടപ്പിലാക്കാൻ തലശ്ശേരിയിൽ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുക. അതുപോലെ തന്നെ തലശ്ശേരിയുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമയബന്ധിതമായി നടത്തും. അതെ, സമയബന്ധിതമായി. അതിലിപ്പോ പ്രധാനമായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് തലശ്ശേരി ജനറൽ ആശുപത്രി കണ്ടിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ കോട്ടയെ പൈതൃക ആ കോട്ടയെ സംരക്ഷിക്കും. തലശ്ശേരിയിൽ പൊതു ഇടം നിലവിലുള്ള ജനറൽ ആശുപത്രിയുടെ കെട്ടിടം എല്ലാം പൊളിച്ചു മാറ്റി അവിടെ ആളുകൾക്ക് വരാനും ഒത്തുചേരാനും എല്ലാം ഒരു പൊതു ഇടമായി അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നല്ല നിലയിൽ കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷിച്ചിട്ടുണ്ട്. പട്ടണത്തിലെ റോഡുകളെ കുറ്റമൊന്നും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ തലശ്ശേരി പട്ടണം പ്രകാശപൂരിതമായിട്ടുള്ള ഒരു നഗരമാണ്. പിന്നെ നമ്മളൊന്ന് കാണുന്നത് തലശ്ശേരിക്കും വികസിക്കാനുള്ള കുറെ പരിമിതിയുണ്ട്. സ്ഥലപരിമിതി, കോട്ട, കടല്, സംരക്ഷിത സ്ഥാപനങ്ങൾ. ഇതാണ് കോട്ടയ്ക്ക് 500 മീറ്ററിനുള്ളിൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിയില്ല. റെയിൽവേ ഇതുണ്ട്, റെയിൽവേ ഉണ്ട്, പുഴയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അങ്ങനെ കുറെ പരിമിതികൾക്ക് അതിജീവിച്ചാണ്. അതെ, ആ പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് തലശ്ശേരിയിൽ വികസന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ അമ്മയും കുഞ്ഞു ആശുപത്രി ഇപ്പോൾ അവിടെ നിർമ്മിക്കുന്നു. അടുത്തായി ഇതിനെ തലശ്ശേരി ജനറൽ ആശുപത്രി അങ്ങോട്ടേക്ക് മാറ്റും. മറ്റൊന്ന് തലശ്ശേരി പൈതൃകം ടൂറിസം പദ്ധതിയെ ടൂറിസ്റ്റുകൾക്ക് ഏറെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. ചരിത്ര പ്രാധാന്യമുള്ള മേഖലയാണ്. അപ്പോൾ ആ മേഖലകളെല്ലാം തന്നെ നല്ല നിലയിൽ നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത്. തലശ്ശേരിയിലെ പട്ടണവുമായി ബന്ധപ്പെടുന്ന റോഡുകൾ, ആ റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ കാർഷിക പ്രാധാന്യമുള്ള വളരെ ചെറിയ മേഖല മാത്രമേ തലശ്ശേരിയിലുള്ളൂ. എന്നാലും നമ്മുടെ കാർഷിക പ്രാധാന്യമുള്ള മേഖലയിൽ
കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ വിവിധ മേഖലകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ടാണ് 5 വർഷക്കാലം വരുന്ന 5 വർഷക്കാലം കേരളത്തിന് ഈ നഗരസഭക്കകത്ത് നടപ്പിലാക്കാൻ പോകുന്ന പ്രകടന പത്രികയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവും. ഒന്ന് പ്രധാനം ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പറയുന്നുള്ളൂ. അപ്പോൾ ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് അവരെയും കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് തലശ്ശേരി നഗരസഭ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും വലിയ കഴിഞ്ഞ തവണ വെച്ച പ്രകടന പത്രിക ഏകദേശം ബാക്കിയുള്ളത് ഇനിയിപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് നടപ്പിലാക്കാം. അതെ, കഴിഞ്ഞ തവണ ഭൂരിഭാഗം കാര്യങ്ങൾ നടപ്പാക്കി. കഴിഞ്ഞ തവണ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ അവശേഷിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഉള്ള ഭരണസമിതി തുടക്കം കുറിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം ഉണ്ടാവും. പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ഉണ്ടാവും. എന്താ ഉദ്ദേശിച്ചത്? കഴിഞ്ഞ തവണ BJP ഒരു വെല്ലുവിളി ഉയർത്തുമോ ഈ തവണത്തെ? ഇല്ല, ഈ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചതിനേക്കാളും സീറ്റും അതുപോലെ തന്നെ വോട്ടും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. നമ്മൾ കാണുന്നത് തലശ്ശേരി നഗരസഭയിൽ തന്നെ 13,000 ആളുകൾ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 അധികാരത്തിൽ വരുമ്പോൾ 500 രൂപയായിരുന്നു പെൻഷൻ. 1.5 വർഷത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു. ആ പെൻഷനാണ് ഇന്ന് 2,000 രൂപ കൊടുക്കുന്നത്. 13,000 ആളുകൾക്ക് ഒരു നഗരസഭയിൽ പെൻഷൻ കിട്ടുന്നു. ഇപ്പോൾ സാമൂഹ്യക്ഷേമ പദ്ധതികൾ അതുപോലെ തന്നെ അസാധ്യമാണ് എന്ന് കരുതിയുള്ള നിരവധി തലശ്ശേരി മാഹി ബൈപ്പാസ് ഈ കാലയളവിലാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഏറെക്കാലത്തെ ആളുകളുടെ സ്വപ്നമാണ്, അത് സാക്ഷാത്കരിക്കപ്പെട്ടു. ഇപ്പോൾ പിന്നെ കേരളത്തിലെ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ 6 പാത നിർമ്മിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വഹിച്ചിട്ടുള്ള പങ്ക് എല്ലാ ആളുകൾക്കും അറിയാം. ഇപ്പോൾ ആ നിലയിൽ തലശ്ശേരി നഗരസഭയിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് വലിയ രീതിയിലുള്ള ആഭിമുഖ്യമാണ് പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ അത് കിട്ടിയതിനേക്കാളും സീറ്റും വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു. കഴിഞ്ഞ തവണ നമുക്ക് ചെറിയ വോട്ടിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില വാർഡുകളുണ്ട്. ആ വാർഡുകൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കും. നിലവിലുള്ള വാർഡുകളെല്ലാം സംരക്ഷിക്കുകയും പുതിയ വാർഡ് പിടിച്ചെടുക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള ശക്തമായ തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി നഗരസഭകൾക്ക് നടത്തുന്നത്. ഏതായാലും തലശ്ശേരി നഗരസഭയിൽ തിളക്കമാർന്ന ഒരു വിജയം നേടാൻ തിളക്കമാർന്ന വിജയം, അഭിമാനകരമായ വിജയം തലശ്ശേരി ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമ്മാനിക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. വലിയ രീതിയിലുള്ള ഒരു വിജയം ആശംസിക്കുന്നു. ഒപ്പം ഈ തിരക്ക് പിടിച്ച സമയത്തിനിടയ്ക്ക് ഗ്രാമികയോട് അല്പസമയം സംവദിക്കാൻ സമയം തോന്നുന്നതിന് നന്ദി. ജനസമക്ഷത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം.